എല്ലാ പ്രബുദ്ധ മലയാളികൾക്കും സ്വാഗതം. ഈ ഹംഗ്രി മൃണാൾ ഹോട്ടലിനെതിരെ തെറി വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. മലയാളികൾ മണ്ടന്മാരാണ്, ലോജിക്ക് അപ്ലൈ ചെയ്യില്ല, എല്ലാത്തിലും ബയാസ്ഡായിട്ട് മാത്രമേ കാര്യങ്ങൾ ഇറങ്ങി പ്രതികരിക്കാറുള്ളൂ. ഈ ഹംഗ്രി മൃണാൾ ഹോട്ടലിൽ 2-4 പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഹംഗ്രി മൃണാൾ ഹോട്ടലിലല്ല, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പല ഹോട്ടലിലും പോകാറുള്ള ആളാണ് ഞാൻ ഒരു ഉഴുന്നോടേരും ലെമൺ ജ്യൂസിൻ്റെ കാര്യം മാത്രം ഞാൻ ഇവിടെ പറയാം. ഹംഗ്രി മൃണാൾ ഹോട്ടലിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലുണ്ട്, ഒരു എയർ കണ്ടീഷൻ ഹോട്ടലാണ്. അവിടെ ഒരു ഉഴുന്നോടയ്ക്ക്, അവിടെ ഞാൻ ഉഴുന്നോട ഒരുപാട് തവണ കഴിക്കാറുണ്ട്. അവിടെ ഒരു ഉഴുന്നോടയ്ക്ക് ചാർജ് ചെയ്യുന്നത് 25 രൂപയാണ്. ഓക്കെ, ഒരു സിറ്റിയിലുള്ള എയർ കണ്ടീഷൻ ഹോട്ടലിൽ 25 രൂപ ഒരു ഉഴുന്നോടയ്ക്ക് ചാർജ് ചെയ്യുന്നത് കൂടുതലൊന്നല്ല, ഒരാൾക്കും പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ അവിടെ അവർ ചട്നിയും സാമ്പാറും കൂടി തരും. പക്ഷേ സാമ്പാർ എനിക്ക് ഉഴുന്നോടയ്ക്ക് കൂട്ടി തിന്നാറില്ല, ഞാൻ ചട്നി മാത്രം യൂസ് ചെയ്തിട്ട് സാമ്പാർ വേസ്റ്റ് ചെയ്ത് കളയും. 25 രൂപ കൊടുക്കും. ഈ ഹംഗ്രി മൃണാൾ ഹോട്ടലിൽ ഞാൻ പോയപ്പോൾ എനിക്ക് സാമ്പാർ ഇഷ്ടമില്ലാത്തതാണ് ഉഴുന്നോടയ്ക്ക് കൂട്ടി തിന്നാൻ വേണ്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ഉഴുന്നോട ഓർഡർ ചെയ്യും. എനിക്ക് ആവശ്യമുള്ള ചട്നി മാത്രം ഞാൻ ഓർഡർ ചെയ്യും. അപ്പോൾ എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഒരു 18 രൂപയോളം ടോട്ടൽ GST ഇൻക്ലൂഡിങ് GST എനിക്ക് വരുന്നുള്ളൂ. അവിടെ ഫുഡ് വേസ്റ്റേജ് നടക്കുന്നില്ല. കാരണം സാമ്പാർ ഞാൻ സെപ്പറേറ്റ് മേടിക്കണം, ഞാൻ സാമ്പാർ മേടിക്കുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ചട്നി മാത്രം ഞാൻ മേടിക്കും, ഉഴുന്നുവടയും മേടിക്കും. ഒരു 17-18 രൂപയ്ക്ക് ഐ ആം ഹാപ്പി. ഫുഡ് വേസ്റ്റേജും ഇല്ല. സെയിം ക്വാളിറ്റി ഉള്ള ഹോട്ടലാണ് രണ്ടും. ഉഴുന്നുവടയുടെ വലിപ്പം ഓൾമോസ്റ്റ് സെയിം ആണ്. ഹംഗ്രി മൃണാളിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഐ ആം വെരി ഹാപ്പി. ആൾക്കാർക്ക് പക്ഷേ ഇവിടെ ചട്നിക്ക് 5 രൂപ 6 രൂപ മേടിക്കുന്നതാണ് പ്രശ്നം. പക്ഷേ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നില്ല. മറ്റേ ഹോട്ടലിൽ ടോട്ടൽ 25 രൂപ കൊടുക്കുന്നുണ്ട്, ഇവിടെ 20 താഴെ കൊടുക്കുന്നുള്ളൂ. അതാരും ചിന്തിക്കുന്നില്ല. പിന്നെ ജ്യൂസിൻ്റെ കേസ്, ഞാൻ ഒരുപാട് തവണ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു റോഡ് സൈഡിലുള്ള ഒരു ബേക്കറി സെറ്റപ്പ്, അതായത് നിങ്ങൾക്ക് ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടാവില്ല, നിങ്ങൾ പുറത്ത് നിന്നിട്ട് ജ്യൂസ് കുടിക്കേണ്ടി വരും. അങ്ങനെയുള്ള കടകളിൽ പോലും എറണാകുളത്ത് ലെമൺ ജ്യൂസിന് മേടിക്കുന്നത് 30 രൂപയാണ്. സോഡ ഒഴിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, വെറും ലെമൺ ജ്യൂസിന് ഈ എടപ്പള്ളിയിലുള്ള എത്ര ഒരു ബേക്കറി സെറ്റപ്പ് ഉണ്ടെന്നല്ലേ. എയർ കണ്ടീഷന് പോയിട്ട് ഇരിക്കാനുള്ള പ്രോപ്പർ സീറ്റ് പോലും ഇല്ല. അങ്ങനെയുള്ള ഹോട്ടലിൽ അവർ മേടിക്കുന്നത് 30 രൂപയാണ് ലെമൺ ജ്യൂസിന് മേടിക്കുന്നത്. അതേസമയം ഹംഗ്രി മൃണാളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 രൂപയുള്ളൂ. ഒരു സ്ട്രോയ്ക്ക് നമ്മൾ 1 രൂപ കൊടുക്കണം. എന്നാലും വിത്ത് സ്ട്രോ ഇൻക്ലൂഡിങ് GST 20-21 റുപ്പീസ് അവിടെ വരുന്നുള്ളൂ. ഒരു എയർ കണ്ടീഷൻ ഹോട്ടലിൽ ഫാമിലി ആയിട്ട് വേണമെങ്കിൽ ഇരുന്ന് അരമണിക്കൂറോളം, ഞാൻ അരമണിക്കൂറോളം എൻ്റെ ഫ്രണ്ടിന് വെയിറ്റ് ചെയ്യായിരുന്നു. എയർ കണ്ടീഷൻ ഹോട്ടലിൽ ഒരു വിത്ത് സ്ട്രോ 20-21 രൂപ സ്പെൻഡ് ചെയ്തിട്ട് അരമണിക്കൂറോളം എയർ കണ്ടീഷൻ ഹോട്ടലിൽ ഇരുന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വെയിറ്റ് ചെയ്തു. ടോട്ടൽ എക്സ്പെൻസ് എനിക്ക് 21 രൂപ 20 രൂപ വന്നിട്ടുള്ളൂ. പുറത്തുള്ള ഹോട്ടലിൽ നിന്ന് കഴിക്കണം, പുറത്ത് എയർ കണ്ടീഷനില്ല, അവിടെ 30 രൂപ ലെമൺ ജ്യൂസിന് കൊടുക്കണം. അത് ആൾക്കാർക്ക് പ്രശ്നമാണ്. ഇവിടെ 21 രൂപ എയർ കണ്ടീഷൻ ഹോട്ടലിൽ കൊടുക്കുന്നത് ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക, സ്ട്രോയ്ക്ക് 1 രൂപ മേടിച്ചെന്നുള്ള പ്രശ്നം. ഇങ്ങനത്തെ മന്ദബുദ്ധികൾ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.